ഇത് അവസാനമല്ല, ജീവിതത്തിൻ്റെ പുതിയൊരു വഴിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അബ്രഹാം ഹാഗറിനെയും മകനെയും തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് പറഞ്ഞയക്കുകയാണ്. തന്നെ പറഞ്ഞയക്കുമ്പോൾ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്താണ് പറഞ്ഞയക്കുന്നത്. ഹാഗറും മകനും ഭവനം വിട്ട് തങ്ങൾ പോകുകയാണ്. ബേർശേബ മരുഭൂമിയിലെത്തി. അബ്രഹാം കൊടുത്തയച്ച തുരുത്തിയിലെ വെള്ളവും അപ്പവും ഒക്കെ തീർന്നു പോകുന്നു. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും അടുത്ത നിമിഷങ്ങൾ മകൻ കരയുകയാണ്. ആ ഹാഗറിൻ്റെ മകൻ്റെ നിലവിളി ആ മാതാവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഓർക്കണമേ, മനുഷ്യൻ്റെ സഹായങ്ങൾ ഒരു പരിധിവരെയേ നമ്മെ മുമ്പോട്ട് നടത്തുകയുള്ളൂ. അതൊക്കെ തീരുന്ന ഒരു സമയമുണ്ട്. ഈ അബ്രഹാം കൊടുത്തയച്ച വെള്ളവും അപ്പവും തീർന്നു കഴിഞ്ഞപ്പോൾ ഇനിയും അവർക്ക് മുമ്പിൽ യാതൊരു പ്രതീക്ഷയുമില്ല. സകല പ്രതീക്ഷകളും മരുഭൂമിയിൽ അസ്തമിച്ചിരിക്കുകയാണ്. എന്നാൽ ബാലൻ്റെ നിലവിളി കേട്ട് ദൈവം ഒരു നീരുറവ അവർക്ക് വേണ്ടി തുറക്കുകയാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ വെച്ച് ലഭിക്കാത്തൊരു പ്രത്യേകമായിരിക്കുന്ന ദൈവിക കരുതൽ ഹാഗാറിന് മരുഭൂമിയിൽ വെച്ച് ലഭിച്ചുവെങ്കിൽ ഇങ്ങനെയുള്ള തകർച്ചയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നിനക്ക് വേണ്ടി പുതിയൊരു വഴി നിശ്ചയമായും മരുഭൂമിയിലാണെങ്കിലും തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നവനായിട്ട് കൂടെയുണ്ട്. മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ ഹാഗറും പൊട്ടക്കിണറും കാരാഗൃഹത്തിലും അകപ്പെട്ട യോസേപ്പും പെട്ടകത്തിൽ അകപ്പെട്ട മോശയും മരിച്ചാൽ മതിയെന്ന് പറയുന്ന ഏലിയാവും സാരാപ്തയിലെ വിധവിയും നിലവിളിക്കുന്ന മോർദെഖായും തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട യഹൂദ ബാലന്മാരും സിംഹത്തിൻ ഗുഹയിലേക്ക് എറിയപ്പെട്ട ദാനിയേലും ശൂന്യമായ ശീമോൻ്റെ പടകും ഇനിയും ക്രിസ്തു ഉയർക്കില്ല, മരണം കൊണ്ട് അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ് കല്ലറിയുടെ വാതിക്കൽ കല്ലെടുത്തു വെച്ച യഹൂദന്മാരും കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു പോയ പൗലോസും പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാനും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ജീവിതത്തിൻ്റെ അവസാനമല്ലായിരുന്നു. ദൈവപ്രവൃത്തിയുടെ പുതിയ പാതകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തകർച്ച, നമ്മുടെ ശൂന്യത അടുത്തതൊരു ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്കുള്ള ഒരു പ്രവേശനമാണെന്നുള്ള കാര്യം മറന്നുപോകണ്ട. നിലവിളി കേൾക്കുകയും വഴി തുറക്കുകയും ചെയ്യുന്നവൻ നമുക്ക് കൂടെയുണ്ട്. മനുഷ്യൻ്റെ സഹായങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുകയുള്ളൂ. എന്നാൽ ആ മനുഷ്യൻ്റെ സഹായങ്ങൾ അസ്തമിക്കുന്നിടത്ത് വെച്ച് ദൈവപ്രവൃത്തി നമ്മളിൽ നിന്നിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു. ഗോഡ് ബ്ലെസ് യു.